ഇന്ത്യയിലേക്ക് പണം അയക്കാനും ആ പണത്തെ ഇന്ത്യയിൽ കൂടുതൽ മൂല്യവർദ്ധിതമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് മാറ്റാനും അതിനെ വർദ്ധിപ്പിക്കാനും ഒക്കെ പ്രവാസിക്ക് ഏറ്റവും നല്ല ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആയുർദൈർഘ്യം കൂടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് 85 വയസ്സ് വരെ 90 വയസ്സ് വരെ ജീവിക്കുമെന്നുള്ളൊരു ബോധ്യം, ജീവിക്കാനുള്ള സാഹചര്യങ്ങളാണ് മെഡിക്കൽ സയൻസിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ കൂടിയിട്ട് നമുക്കുണ്ടാകും. നമ്മളിപ്പോഴും റിട്ടയർമെൻറ്റിനെ പറ്റി ആലോചിക്കുന്നത് NRIs പ്രത്യേകിച്ചും തിരിച്ചു വരാനായിട്ട് ഉള്ള ഒരു വർഷം മുമ്പൊക്കെ ആയിരിക്കും. റിട്ടയർമെൻറ്റിനെ പറ്റി അപ്പോഴല്ല ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കേണ്ടത് NRIസിന് ഗവൺമെൻറ് ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് ടാക്സ് എക്സംഷൻസ് ഉണ്ട്. ഞാൻ പറയും NRIസിന് മാത്രം അവകാശപ്പെട്ട ചില പ്രിവിലേജസ് ആണ് ഇതെല്ലാം. പക്ഷെ അതിന് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കാത്തവരാണ് ഒട്ടുമിക്ക NRI സുഹൃത്തുക്കളും. നമസ്കാരം, ET ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സെഷനിൽ നമ്മൾ സംസാരിക്കുന്നത് പ്രവാസികളായിട്ടുള്ള മലയാളികൾ നിക്ഷേപങ്ങളിൽ വരുത്തുന്ന മിസ്റ്റേക്കുകൾ, അതുപോലെ തന്നെ നാട്ടിൽ അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തണമെന്നുണ്ടെങ്കിൽ ടാക്സ് ബെനിഫിഷ്യൽ ആയിട്ട് എങ്ങനെ നടത്താം, അങ്ങനെയുള്ള വിഷയങ്ങൾ, അതുപോലെ തന്നെ നിക്ഷേപകർക്കിടയിൽ അല്ലെങ്കിൽ പ്രവാസികൾക്കിടയിലുള്ള കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്നീ ടോപ്പിക്സിനെ കുറിച്ചാണ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കാനായിട്ട് നമ്മളോട് ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് ട്രിനിറ്റി ഫിൻവെസ്റ്റിന്റെ സിഇഒയും ഫൗണ്ടറുമായിട്ടുള്ള ജിബി ജോർജ് സാറാണ്. നമുക്ക് അദ്ദേഹത്തെ വെൽക്കം ചെയ്യാം. വെൽക്കം സാർ. താങ്ക് യു ഹരിപ്രിയ. ET മണിയുടെ ET മലയാളത്തിൻ്റെ വീണ്ടും ഒരു എപ്പിസോഡിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ വളരെ സന്തോഷം. യെസ്. അപ്പോൾ ഈ പ്രവാസികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെ കയ്യിൽ കുറച്ച് ഫണ്ട് ഉണ്ടാകും, ക്യാപിറ്റൽ ഉണ്ടായിരിക്കും. അവർ ആദ്യം ചെയ്യുന്നത്, എപ്പോഴും മെജോറിറ്റി ആളുകളും ആദ്യം ചെയ്യുന്നത് അവരുടെ 80% ഓഫ് മണി റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ വീട് വാങ്ങാൻ ഉപയോഗിക്കുന്നു. അങ്ങനെ ഒരു രീതിയിലോട്ടാണ് അവരുടെ ആദ്യ തോട്ടേ പോകുന്നത്. ഈ ഒരു കൺസെപ്റ്റിനോട് സാറിന് എന്താണൊരു യോജിപ്പുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? ഹരിപ്രിയ പറഞ്ഞതുപോലെ തന്നെ ഒരു RBIയുടെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ചിട്ട് കേരളത്തിലുള്ള മലയാളിയും പാൻ ഇന്ത്യയിലുള്ള NRIയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ കേരളത്തിലാണ് നമ്മൾ ഈ ഒരു ട്രെൻഡ് ഏറ്റവും കൂടുതൽ കാണുന്നത്. 70 മുതൽ 80% വരെ അവരുടെ ഇൻവെസ്റ്റബിൾ സർപ്ലസ് അല്ലെങ്കിൽ അവരുടെ നിക്ഷേപിക്കാവുന്ന തുക ലാൻഡിലോ ബിൽഡിങ്ങിലോ ഒക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നു. ബാക്കിയുള്ള ഒരു 20% 25% വരെയുള്ള തുക ബാങ്ക് ഡെപ്പോസിറ്റ്സിൽ വാങ്ങുന്നു. 5 മുതൽ 10% വരെയുള്ള തുകകളെ മ്യൂച്വൽ ഫണ്ട് പോലത്തെ PMS പോലത്തെ AIF പോലത്തിലേക്ക് മാറുന്നുള്ളൂ. അപ്പോൾ ദേശീയ ശരാശരിയുമായിട്ട് നോക്കുമ്പോൾ വലിയ വ്യത്യാസം ഈ കാര്യത്തിൽ നമുക്ക് കാണാൻ പറ്റും. കാരണം മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ ഏകദേശം 18 മുതൽ 25% വരെയാണ് നിക്ഷേപമാണ് NRIസിൽ നിന്ന് ഇതിലേക്ക് പോകുന്നത്, RBIയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ചിട്ട് തന്നെ. അപ്പോൾ മലയാളികൾ മാറ്റം വരുന്നുണ്ട്. പക്ഷെ ട്രഡീഷണലി നമ്മളെല്ലാവരും ലാൻഡാണ് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള ഇൻവെസ്റ്റബിൾ അവന്യൂ ആയിട്ട് നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരുന്നത്. ആ കാലത്തിന് മാറ്റം വരുന്നുണ്ട്. പക്ഷേ കുറേയും കൂടി കുറേയും കൂടി ഫാസ്റ്റായിട്ട് മാറേണ്ട ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് വലിയ രീതിയിലുള്ള വെൽത്ത് ക്രിയേഷൻ നടക്കുന്നത്. അതേപോലെ തന്നെ ഈ NRI അക്കൗണ്ടുകളിൽ വലിയൊരു എമൗണ്ട് യൂസ് ചെയ്യപ്പെടാണ്ട് കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അക്കൗണ്ടുകളിൽ ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷെ നമ്മൾ ഇന്നത്തെ കാലത്ത് ആളുകളൊക്കെ അവെയറാണ്. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും മണിയുടെ വാല്യൂ കുറയുന്നുണ്ടെന്നുള്ളത് അവയർനെസ് ഉണ്ട്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും അതറിയാം. ഈ പണപ്പെരുപ്പം വരുന്നുണ്ട്, പണപ്പെരുപ്പമുണ്ട് നമുക്ക്. അപ്പോൾ അങ്ങനെ ഈ ഒരു ഇൻഫ്ലേഷൻ ഉള്ള സാഹചര്യത്തിൽ ഇങ്ങനെ NRI അക്കൗണ്ടുകളിൽ ഇങ്ങനെ പണം വെറുതെ കിടക്കുന്നത് ശരിക്കും ഒരു വേസ്റ്റ് ഓഫ് മണി അല്ലേ ശരിക്കും? ഞാനതിനോട് കുറച്ച് വിയോജിക്കുന്നുണ്ട്. വേസ്റ്റ് ഓഫ് മണി എന്നതിലുപരിയായിട്ട് എൻ്റെ ഈ ഒരു 25 വർഷത്തെ ബാങ്കിങ് എക്സ്പീരിയൻസ് എടുത്ത് നമ്മളൊന്ന് പരിശോധിച്ചാൽ തന്നെ ധാരാളം NRIസിനെ കണ്ടിട്ടുണ്ട്. അവരുടെ കൺസെപ്റ്റ് വേറെയാണ്. അവരുടെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ റെഗുലറായിട്ട് വിദേശത്തു നിന്ന് വരുമാനം വരുന്നു. അപ്പോൾ അത് വളരെയധികം രീതിയിൽ അവിടെ നിന്ന് വരുമ്പോൾ അത് പിന്നീട് ഗ്രോ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന രീതിയിലാണ് ജനറലി ചിന്ത. കാരണം എനിക്കൊരു പ്രൈമറി ഇൻകം വളരെ ഭംഗിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ വരുന്ന എമൗണ്ട് അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ ലാഭം, ഞാൻ ഉണ്ടാക്കിയ സാലറി അത് ഗ്രോ ചെയ്യുന്നതിനെ പറ്റി അത്രത്തോളം ബോധവാനല്ലാത്ത ഒരു കാലത്തായിരുന്നു. അവിടെയാണ് ഇൻഫ്ലേഷൻ, ഹരിപ്രിയ പറഞ്ഞതുപോലെ തന്നെ ഇൻഫ്ലേഷൻ്റെ പ്രാധാന്യം. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും ഈ 6% വെച്ചിട്ട് വിലക്കയറ്റം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അങ്ങനെയുള്ള സമയത്ത് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ അതിന് മുകളിലേക്ക് ടാക്സ് പേ ചെയ്തതിന് ശേഷം പോസ്റ്റ് ടാക്സ് റിട്ടേൺ അതിന് മുകളിലേക്ക് വളർന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പർച്ചേസിങ് പവർ ഓരോ വർഷവും കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പണത്തിൻ്റെ മൂല്യം, പണം കൊണ്ട് വാങ്ങാവുന്ന സേവന സാമഗ്രികളുടെ
മൂല്യം കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് വേസ്റ്റിനേക്കാൾ ഉപരിയായിട്ട് അവരവർക്കുള്ള ലോസ് ആണത്. ഓരോ NRI നിക്ഷേപകരും ചിന്തിക്കേണ്ടത് അവരുടെ പണത്തെ എങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കാം, ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന രീതിയിൽ എന്നാണ് ഓരോരുത്തരും ചിന്തിക്കുന്നത്. യെസ്, അതേപോലെ തന്നെ നമുക്ക് ഈ കറൻസിയിൽ വരുന്ന വേരിയേഷൻസ് അത് നമ്മുടെ ഈ ഇൻവെസ്റ്റ്മെന്റിനെ എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ കറൻസി ഇന്നത്തെ കാലത്ത് ഇപ്പോൾ 95 റുപ്പി ഡോളറിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ഇന്ത്യയിലേക്ക് പണം അയക്കുന്ന പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ബോണസാണ്. അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള റുപ്പിയുടെ ഡിപ്രീസിയേഷൻ ആണ് ഈ കാലഘട്ടത്തിൽ നടക്കുന്നത്. പല കാരണങ്ങൾ, ജിയോ പൊളിറ്റിക്കൽ കാരണങ്ങൾ കൊണ്ടാണ് ഇതിങ്ങനെ നടക്കുന്നത്. അപ്പോൾ അവിടെ പണം അയക്കുന്ന, ഇപ്പോൾ $100 അയക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 85 രൂപ ഉണ്ടായിരുന്നപ്പോൾ അയാൾക്ക് 8,500 രൂപ കിട്ടുമായിരുന്നെങ്കിൽ 95 രൂപ ആയപ്പോൾ സ്വാഭാവികമായിട്ടും 9,500 രൂപയോളം വരുമാനം കിട്ടുകയാണ്. അപ്പോൾ ഒരു 1000 രൂപ അഡീഷണൽ ബെനിഫിറ്റ് ആയിട്ട് കിട്ടുക. അത് ഇന്ത്യയിലേക്ക് പണം അയക്കാനും ആ പണത്തെ ഇന്ത്യയിൽ കൂടുതൽ മൂല്യവർദ്ധിതമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് മാറ്റാനും അതിനെ വർദ്ധിപ്പിക്കാനും ഒക്കെ പ്രവാസിക്ക് ഏറ്റവും നല്ല ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഒരു എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ കൂടെ സേഫായി എന്ന് വിചാരിക്കുന്നവരാണ് പൊതുവെ നമ്മളുടെ ഇടയിലുള്ള ഭൂരിഭാഗം ആൾക്കാരും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 1 കോടി രൂപയൊക്കെ നമ്മുടെ അക്കൗണ്ടിലുണ്ടെങ്കിൽ 1 കോടി അക്കൗണ്ടിലുണ്ടല്ലോ, നമ്മൾ സേഫ് ആണെന്നുള്ളൊരു കൺസെപ്റ്റ് പൊതുവെ ആളുകൾക്കിടയിലുണ്ട്, പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച്. അപ്പോൾ ശരിക്കും ഈ പറയുന്ന പോലെ നമുക്ക് ഈ ഒരു പൈസ ഉണ്ടെങ്കിലും അപ്പുറത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ പറയുന്ന എമൗണ്ട് അവിടെ കിടക്കുന്നത് സുരക്ഷിതമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഏത് സാഹചര്യത്തിലാണ് ചോദിക്കുന്നത് വെച്ചാൽ, സാധാരണ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണുന്നത് 1 കോടി ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം സേഫായി എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിലുള്ള ആണ് പല NRIസും ജീവിക്കുന്നത്. നമ്മൾ ഓർക്കേണ്ടത് ആയുർദൈർഘ്യം കൂടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് 85 വയസ്സ് വരെ 90 വയസ്സ് വരെ ജീവിക്കുമെന്നുള്ളൊരു ബോധ്യം, ജീവിക്കാനായിട്ട് സാഹചര്യങ്ങളാണ് മെഡിക്കൽ സയൻസിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ കൂടിയിട്ട് നമുക്കുണ്ടാകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ പണപ്പെരുപ്പം വെച്ചിട്ട് ഈ 1 കോടി രൂപയിൽ നിന്ന് എടുക്കുന്ന വരുമാനം, അത് ബാങ്ക് FD ആണെങ്കിൽ പറയേണ്ട, അത് ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യുന്നില്ല. അതല്ല മറ്റു മ്യൂച്വൽ ഫണ്ടുകളോ PMS പോലത്തോ അല്ലെങ്കിൽ ഇവൻ NCDകളാണെങ്കിൽ പോലും ഇത് കുറച്ചു കാലം കഴിയുമ്പോൾ നമുക്ക് ഈ എടുക്കുന്ന നിശ്ചിതമായിട്ടുള്ള വരുമാനം മതിയാകാതെ വരും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. നിങ്ങൾ തന്നെ ഇന്നൊരു കാൽക്കുലേറ്റർ, ഇന്ന് ധാരാളം കാൽക്കുലേറ്റേഴ്സ് അവൈലബിളാണ്. 25-30 വർഷത്തേക്ക് 6% ഇൻഫ്ലേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി വരുന്ന തുക കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും 10-30 വർഷം കൊണ്ട് നിങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്ന പൈസയുടെ 3 ഇരട്ടിയെങ്കിലും വേണ്ടി വരും 30 വർഷം കഴിയുമ്പോൾ നമ്മുടെ കുടുംബം ഓടിക്കാനായിട്ട്. അപ്പോൾ 1 കോടി രൂപ എന്നതിലല്ല, കാലത്തിനനുസരിച്ചിട്ടുള്ള ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്തിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് റിട്ടേൺ കിട്ടുന്ന രീതിയിൽ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ട് വേണം 1 കോടിയാണോ എനിക്ക് വേണ്ടത്, 5 കോടിയാണോ വേണ്ടതെന്നുള്ളത്. മറ്റൊരു കാര്യം കൂടി പറയട്ടെ, നമ്മളെപ്പോഴും റിട്ടയർമെൻറ്റിനെ പറ്റി ആലോചിക്കുന്നത്, NRIs പ്രത്യേകിച്ചും, തിരിച്ചു വരാനായിട്ട് ഉള്ള 1 വർഷം മുമ്പൊക്കെ ആയിരിക്കും. പക്ഷെ റിട്ടയർമെൻറ്റിനെ പറ്റി അപ്പോഴല്ല ചിന്തിക്കേണ്ടത്. നമ്മൾ ജോലിയിൽ കയറുന്ന അന്ന് നമുക്ക് ബോധ്യം വേണം, ഒരു ദിവസം നമ്മൾ ഈ രാജ്യം വിട്ട് പോകേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു നാട്ടിലേക്ക് പോകേണ്ടി വരും, ഒരു റിട്ടയർമെൻറ്റ് ഇൻകം വേണ്ടി വരും. അപ്പോൾ ആ സമയം മുതലേ കൃത്യമായ സാമ്പത്തിക ആസൂത്രണത്തിലൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനും ആ ഇൻവെസ്റ്റ്മെൻറ്റുകളെ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന രീതിയിൽ വളർത്തുവാനും അതിൽ നിന്ന് റെഗുലർ ഇൻകം റിട്ടയർമെൻറ്റിന് ശേഷം കിട്ടുവാനും ഒക്കെ രീതിയിൽ പ്ലാനിങ് ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സാർ ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു കാര്യം മെൻഷൻ ചെയ്തു, അതായത് അവർ റിട്ടയർമെൻറ്റിന് വരാൻ സമയത്താണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അങ്ങനത്തെ കുറേ മിസ്റ്റേക്സുകൾ പ്രവാസികൾ ചിന്തിക്കുന്നുണ്ടല്ലോ. അങ്ങനെ എന്തൊക്കെ തെറ്റുകളാണ് ഈ NRIസിനെ സംബന്ധിച്ച് NRI അക്കൗണ്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഉണ്ടെന്ന് സാറിന് തോന്നിയിട്ടുള്ളത്? അതേപോലെ തന്നെ പലപ്പോഴും NRI അക്കൗണ്ടുകളിൽ വാടക പോലുള്ള വരുമാനമൊക്കെ വാങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് എത്രത്തോളം ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്? ഇവിടെ നോക്കേണ്ടത്, NRIസിന് ഗവൺമെൻറ് ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് ടാക്സ് എക്സംഷൻസ് ഉണ്ട്. ഞാൻ പറയും NRIസിന് മാത്രം അവകാശപ്പെട്ട ചില പ്രിവിലേജസ് ആണ് ഇതെല്ലാം. പക്ഷെ അതിന് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കാത്തവരാണ് ഒട്ടുമിക്ക NRI സുഹൃത്തുക്കളും. ഇപ്പോഴും സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ റെസിഡൻ്റ് എന്ന നിലയിൽ FD മെയിൻറ്റെയിൻ ചെയ്യുന്ന ധാരാളം NRIs ഉണ്ട്. ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ലാത്ത ഫീൽഡുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ധാരാളം NRIs ഉണ്ട്. കൃഷിസ്ഥലങ്ങൾ പോലെ, അല്ലെങ്കിൽ വെറുതെ കിടക്കുന്ന ബിൽഡിങ്ങുകൾ കൺസ്ട്രക്ട് ചെയ്യുക, അതിൽ നിന്ന് റെൻ്റൽ ഇൻകം മേടിക്കുക. പക്ഷെ പലപ്പോഴും ആ റെൻ്റൽ ഇൻകത്തിൻ്റെ ഈൽഡ് എത്രത്തോളം ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാതെയാണ് ഇങ്ങനെയൊരു സാഹചര്യം ചെയ്യുന്നത്. രണ്ടാമത്,
ഇതിൽ പലപ്പോഴും NRO അക്കൗണ്ടിലേക്കാണ് റെൻ്റൽ ഇൻകം ഒക്കെ വരാവുള്ളൂ. അതിന് കൊടുക്കുന്ന ടാക്സ്, അതിൻ്റെ ഇൻട്രസ്റ്റിന് കൊടുക്കുന്ന ടാക്സ് വളരെ വലുതാണ്. അതേപോലെ ഇന്ത്യയിൽ അസസ് ചെയ്യപ്പെടേണ്ട ടാക്സ് ഫയൽ ചെയ്യുന്ന ടാക്സിൻ്റെ റിക്വയർമെൻറ്റ് വളരെ കൂടുതലാണ് ഡൊമസ്റ്റിക് ഇൻകം ആണെങ്കിൽ. അപ്പോൾ അതിന് ഫലപ്രദമായിട്ട് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? വിദേശത്ത് നിന്ന് കിട്ടുന്ന NRE അക്കൗണ്ടിലൂടെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ആ രീതിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുകയും അതിൻ്റെ റിട്ടേൺ ടാക്സ് എഫിഷ്യൻ്റ് ആയിട്ട് തിരിച്ചു കൊണ്ടുപോകാനോ NRE അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന സാഹചര്യം നമുക്ക് ഉണ്ട്. ഗവൺമെൻറ് അലവ് ചെയ്തിരിക്കുന്ന എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടാക്സ് സിസ്റ്റം, ഫേവറബിൾ ആയിട്ടുള്ള ടാക്സ് സിസ്റ്റം NRIസിനുണ്ട്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തുന്നതിന് പകരമായിട്ട് സാധാരണ ഒരു റെസിഡൻറ്റ് ഇന്ത്യൻ ചെയ്യുന്നത് പോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂവിൽ ചെയ്യുന്ന ധാരാളം NRIs ഉണ്ട്. അവരത് മനസ്സിലാക്കിയിട്ട് ശരിയായ രീതിയിൽ NRI അക്കൗണ്ടിനെ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ റിട്ടേൺ വളരെ ബെറ്ററായിട്ട് എഫിഷ്യൻ്റ് അതിന് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ടാക്സ് നമുക്ക് ഇന്ത്യയിലും അതുപോലെ തന്നെ വിദേശത്തും അടയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് ഒഴിവാക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വളരെയധികം രാജ്യങ്ങളുമായിട്ട് DTA, ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെൻറ്റുകൾ സൈൻ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോൾ UAE ഒക്കെ ആണെങ്കിൽ വളരെ ഫേവറബിൾ ആയിട്ടുള്ള ടാക്സ് സിസ്റ്റമാണ് നിലവിലുള്ളത്. അതേപോലെ തന്നെയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലും ഓസ്ട്രേലിയ പോലത്തെ രാജ്യങ്ങളിലും UK-യിലും ഒക്കെ ഈ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് ട്രീറ്റി പ്രകാരം വളരെ നോമിനലായിട്ടോ അല്ലെങ്കിൽ നിൽ ടാക്സോ ഇന്ത്യയിൽ വിത്ത് ഹോൾഡിംഗ് ആക്കുകയും ഹെൽഡ് ചെയ്യപ്പെടുകയും ഈ ടാക്സിനെ അതത് രാജ്യങ്ങളിൽ അവരുടെ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ തിരിച്ച് ക്ലെയിം ചെയ്യാനോ സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് NRIസിന് മാത്രം അവകാശപ്പെട്ട ഒരു വലിയ പ്രിവിലേജാണ്. അപ്പോൾ അതിനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് എനിക്ക് അറിയാൻ പറ്റും ധാരാളം NRIs, പ്രത്യേകിച്ചും ഹൈ ഇൻകം ഏണേഴ്സ് ആയിട്ടുള്ളവർ, അവർ TRC പ്രകാരം അതത് രാജ്യങ്ങളിലെ ടാക്സ് അഡ്വാൻറ്റേജ് എടുക്കുന്നവരാണ് നിയമപരമായി തന്നെ. അതൊരിക്കലും ടാക്സ് വെട്ടിപ്പല്ല, ഗവൺമെൻറ് അറിഞ്ഞു കൊടുക്കുന്ന ടാക്സ് ഫെസിലിറ്റേഷനാണ്. അതെടുക്കുന്ന ധാരാളം NRIs ഉണ്ട്. NRIസിന് ആ DTA സൗകര്യങ്ങൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇതിനെല്ലാം നല്ലൊരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ സേവനവും ആവശ്യമാണ്. അപ്പോൾ അതും NRIs പ്രത്യേകം ഓർത്ത് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ തിരികെ നാട്ടിലേക്ക് മടങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രവാസികളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണ് മാക്സിമം പ്രയോജനപ്പെടുത്താൻ സാധിക്കുക? അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവർക്ക് കൊടുക്കുന്ന RNOR എന്ന് പറയുന്ന ഒരു സൗകര്യം. അത് തിരിച്ച് മടങ്ങിയെത്തിയാൽ പോലും ആ NRIസിന് അവരുടെ നിക്ഷേപങ്ങൾ, അത് FCNR ആയിക്കൊള്ളട്ടെ, അതേപോലത്തുള്ള മ്യൂച്വൽ ഫണ്ടോ AIF പോലത്തെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിക്കോട്ടെ, വിദേശ രാജ്യങ്ങളിൽ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിക്കൊള്ളട്ടെ, ഇതെല്ലാം 3 വർഷം വരെ ഇന്ത്യയിൽ ടാക്സ് കൊടുക്കാതെ തന്നെ അവർക്ക് RNOR സൗകര്യം ഉപയോഗിച്ചിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടാൻ പറ്റും. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, RNOR ക്വാളിഫൈ ചെയ്യാനായിട്ട് ചില ക്രൈറ്റീരിയകൾ ഗവൺമെൻറ് പറയുന്നുണ്ട്. 9 മുതൽ 10 വർഷം വരെ വിദേശത്ത് NRI ആയി ജീവിച്ചിട്ടുണ്ടാകണം, ഇത്ര ദിവസങ്ങളിൽ കുറവേ ഇന്ത്യയിൽ അതിനു മുമ്പുള്ള 7 വർഷങ്ങളിൽ ജീവിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള കുറച്ച് നിയന്ത്രണങ്ങളുണ്ട്. പക്ഷെ അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ റിട്ടേൺ ഇന്ത്യയിൽ ടാക്സ് കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ തന്നെ 3 വർഷം വരെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അവിടെയും നല്ലൊരു ടാക്സ് എക്സ്പേർട്ടിൻ്റെ സേവനത്തിലൂടെ, കൃത്യമായ പ്ലാനിങ്ങിലൂടെ, പലപ്പോഴും ഞാൻ പറഞ്ഞു ഓർക്കണം, പലപ്പോഴും പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ടാക്സ് കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് NRIs എത്തപ്പെടുന്നത്. അത് മാറ്റാനായിട്ട് ഈ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇവരിങ്ങനെ FCNR പോലുള്ള ആനുകൂല്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ എങ്ങനെയായിരിക്കണം നമ്മളുടെ ഒരു പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്യേണ്ടത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആദ്യം പറഞ്ഞിടത്ത് തന്നെ തുടങ്ങാം. അതായത് 80% റിയൽ എസ്റ്റേറ്റിൽ പാർക്ക് ചെയ്യപ്പെടുന്ന സമൂഹത്തിൽ നിന്ന് എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിരിക്കുന്നത് അസറ്റ് അലൊക്കേഷൻ ആണ് ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് വെഹിക്കിൾ അല്ലെങ്കിൽ സ്ട്രാറ്റജി. എന്ന് വെച്ചാൽ എൻ്റെ എമൗണ്ട് കൊണ്ടുവന്ന് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ ബാങ്ക് FDയിൽ ചെയ്യുന്നതിന് പകരമായിട്ട് ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന കാറ്റഗറിയിൽ അവിടെ നമുക്ക് ബാങ്ക് FD ഉണ്ടാകാം, NCDകൾ ഉണ്ടാകാം, അതേപോലത്തെ സംഗതികളിലെ മ്യൂച്വൽ ഫണ്ട് ഉണ്ടാകാം, പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഉണ്ടാകാം, AIFകൾ ഉണ്ടാകും, തുടർ അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ സ്ട്രക്ചർ ചെയ്യുക. ഒരു ഭാഗം റിയൽ എസ്റ്റേറ്റ് ഫണ്ടുകളും. ഇന്ന് ഫിസിക്കലായിട്ട് റിയൽ എസ്റ്റേറ്റ് ഓൺ ചെയ്യണമെന്നില്ല റിയൽ എസ്റ്റേറ്റിൽ നിന്നുള്ള റിട്ടേൺ കിട്ടാനായിട്ട്. റിയൽ എസ്റ്റേറ്റ് ഫണ്ടുകളുണ്ട്, റിയൽ എസ്റ്റേറ്റ് AIFകളുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് റെഗുലറായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഫിനാൻഷ്യൽ അസറ്റ്സ് ആണ്. ഒപ്പം ഗോൾഡും സിൽവറും ഉൾപ്പെടുന്ന
കമ്മോഡിറ്റീസിൽ. അപ്പോൾ മൾട്ടിപ്പിൾ അസറ്റുകളിലേക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡൈവേഴ്സിഫൈ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന ബെനിഫിറ്റ്, ഒന്ന് ബെറ്റർ റിട്ടേൺ കിട്ടുന്നു, രണ്ട് ലിക്വിഡിറ്റി, നമുക്ക് ആവശ്യമുള്ള സമയത്ത് പണമാക്കാൻ പറ്റുന്ന ലിക്വിഡിറ്റിയിലേക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റുന്നു, മൂന്ന് റിസ്കിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഒരു അസറ്റ് ക്ലാസ്സിലുണ്ടാകുന്ന റിസ്ക് അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കൃത്യമായി പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ചെയ്യുകയും സമയാസമയങ്ങളിൽ റീബാലൻസ് ചെയ്യപ്പെടുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് തോന്നുകയാണ് ഗോൾഡ് എലിവേറ്റഡ് ആണ്, ഗോൾഡിൽ റിട്ടേൺ മോശമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ പോർട്ട്ഫോളിയോ കുറച്ചിട്ട് ബാക്കിയുള്ളതിലേക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റിനെ അലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. മറിച്ചു ഇങ്ങനെയുള്ള പ്രോപ്പർ അലൊക്കേഷനിലൂടെ NRIസിന് അവരുടെ റിട്ടേൺ ബെറ്റർ ആക്കാനും റിസ്ക് കുറയ്ക്കാനും ലിക്വിഡിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ പലയിടത്തായിട്ട് ചിതറിക്കിടക്കുന്ന വരുമാനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കുമല്ലോ അവർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിന് നമ്മൾ കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ഫൈനാൻഷ്യൽ പ്ലാനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന റീബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യേണ്ടി വരിക? പറഞ്ഞതുപോലെ പല NRIസിനും അറിഞ്ഞുകൂടാ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ എവിടെയൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന്. പലപ്പോഴും ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യം അവധിക്ക് വരുമ്പോൾ അവർ ഏറ്റവും ലീസ്റ്റ് പ്രയോറിറ്റിയാണ് എന്തിനു കൊടുക്കുന്നത്, അവരവരുടെ പേഴ്സണൽ ഫിനാൻസ് മാനേജ് ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ വരുന്നു, ആരെങ്കിലും കാണുന്നു, ഒരു ഇൻഷുറൻസ് പോളിസി സെല്ല് ചെയ്യുന്നു, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സെല്ല് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ലാൻഡ് വാങ്ങുന്നു. ഇതിനെ കൃത്യമായിട്ട് ഒരു പോർട്ട്ഫോളിയോയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇവർക്ക് പറ്റുന്നില്ല. ഇങ്ങനെയല്ല ശരിക്കും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ചെയ്യേണ്ടത്. അവർ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത്, അവർ 60 ദിവസത്തെ ലീവിനാണ് വരുന്നതെങ്കിൽ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ബാങ്കിൽ പോവുക, അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ മാനേജറെ കാണുക, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസറെ കാണുക. എന്നിട്ട് അവിടെ നിന്ന് തുടങ്ങണം. ബാക്കിയുള്ള ദിവസങ്ങൾ അവരുടെ ഫാമിലി പരമായ കാര്യങ്ങൾ നടക്കുമ്പോൾ ഇവിടെ ആ ഫിനാൻഷ്യൽ മാനേജർ അവരുടെ പോർട്ട്ഫോളിയോ കൺസോളിഡേറ്റ് ചെയ്യാനും അതിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് അഡ്വൈസ് ചെയ്യാനൊക്കെ പറ്റും. അവർ തിരിച്ചു പോകുമ്പോഴേക്കും അവരുടെ പോർട്ട്ഫോളിയോയെ കൃത്യമായിട്ട് റീബാലൻസ് ചെയ്യപ്പെടാനായിട്ട് പറ്റും. മറ്റൊന്ന്, നമുക്ക് ഇന്ന് ധാരാളം വെബ്സൈറ്റുകൾ, ധാരാളം ടൂളുകൾ അവൈലബിൾ ആണ്, ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. അത് മൊബൈൽ ആപ്പ് ആയിക്കൊള്ളട്ടെ, വെബ് ആപ്പ് ആയിക്കൊള്ളട്ടെ. ധാരാളം വെൽത്ത് മാനേജ്മെൻറ്റ് കമ്പനികൾ അവൈലബിൾ ആണ്. അവരുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ സ്കാൻ ചെയ്യാനായിട്ട്, അവരുടെ FD സ്കാൻ ചെയ്യാനായിട്ട്, അവരുടെ ഇൻഷുറൻസ് പോളിസികൾ സ്കാൻ ചെയ്യാനായിട്ട്. ഇങ്ങനെ ചെയ്തിട്ട് അവർക്ക് കൺസോളിഡേറ്റ് ചെയ്തിട്ട് പോർട്ട്ഫോളിയോ റിപ്പോർട്ട് ഉണ്ടാക്കുകയും ഈ റിപ്പോർട്ടിന് പ്രകാരം റീബാലൻസ് ചെയ്യപ്പെടാനൊക്കെ ആയിട്ടുള്ള ധാരാളം കമ്പനികൾ ഇന്ന് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. എല്ലാം ലൈസൻസ്ഡും ആണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് റിസ്ക് ഫാക്ടേഴ്സ് വളരെ കുറവാണ്. അങ്ങനത്തെ റിസ്ക് ഫാക്ടേഴ്സ് ഇല്ല. അങ്ങനെ ധനകാര്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെ നമ്മൾ കൺസോളിഡേറ്റ് ചെയ്യുകയും പോർട്ട്ഫോളിയോ റിപ്പോർട്ട് ആക്കുകയും അതിന് കൃത്യമായിട്ട് വരുന്ന അവധികളിൽ റിവ്യൂ ചെയ്യപ്പെടുകയും ഇന്ന് ഏത് രാജ്യത്തിരുന്നിട്ടും ഇത് ചെയ്യാനായിട്ട് ഓൺലൈൻ സംവിധാനത്തിലൂടെ പറ്റും. ഇന്ന് ഗൂഗിൾ മീറ്റിലൂടെ ഒക്കെ ധാരാളം ആളുകൾ പല രാജ്യങ്ങളിലും ഇരുന്നിട്ട് അവരവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അവരവരുടെ ഫണ്ട് മാനേജറുമായിട്ട് പോർട്ട്ഫോളിയോ മാനേജറുമായിട്ട് ഡിസ്കസ് ചെയ്ത് റീബാലൻസ് ചെയ്യപ്പെട്ടു പോകുന്നു. അങ്ങനെ ചെയ്തു പോകുന്നതാണ് NRIs ഇന്നത്തെ കാലത്ത് അവലംബിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ബന്ധത്തിൻ്റെയും ഇമോഷൻസിൻ്റെയും പേരിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുകയും അത് മറന്നു പോവുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമാകരുത്. യെസ്, സാറ് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഇൻഷുറൻസിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ NRIസിനെ സംബന്ധിച്ച് ഇൻഷുറൻസ് എടുക്കുന്ന കാര്യത്തിൽ അവർ സ്വാഭാവികമായിട്ടും വരുത്തുന്ന വീഴ്ചകൾ എന്തൊക്കെയാണെന്നാണ് സാറിന് തോന്നിയിട്ടുള്ളത്? അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ലൈഫിന് പലതരത്തിലുള്ള റിസ്കുകളുണ്ട്. ഒന്ന് നമ്മുടെ ലൈഫിൻ്റെ റിസ്ക് തന്നെ, രണ്ട് ഹെൽത്തിൻ്റെ റിസ്ക്, ക്രിട്ടിക്കൽ ഇൽനെസ് വരാം, പാരൻസിൻ്റെ ഇൽനെസ് വരാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പണം ആർജിക്കുന്നത് പോലെ തന്നെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ നമ്മുടെ പണം ഈ റിസ്കിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കുക എന്നുള്ളത്. ഉദാഹരണത്തിന് നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ഫാമിലിയിൽ ഇൻകം ഏണർ ആണെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ കൃത്യമായ ടേം ഇൻഷുറൻസ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മൾ അതിനെപ്പറ്റി പലപ്പോഴും NRIs ബോധറാകാതെ അയൽവക്കത്തെ ആരെങ്കിലും വന്നിട്ട് ഒരു സെൻറ്റിമെൻറ്റ്സിൻ്റെ പുറത്ത് ഒരു ഇൻഷുറൻസ് എടുക്കണമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ല അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ എമൗണ്ടിൽ ഇൻഷുറൻസ് എടുക്കും. ഇത് അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കോ ഈ NRIസിനോ അവരുടെ ഫാമിലിക്കോ ഒരു പ്രയോജനവും ചെയ്യുന്നില്ല. മറിച്ച് അവരുടെ ഏജ് അനുസരിച്ചിട്ട് 10-20 വർഷത്തേക്കുള്ള അവരുടെ ആനുവൽ ഇൻകമാണ് പ്രോപ്പറായിട്ട് അവരുടെ ഏജ് അനുസരിച്ചിട്ട് കവർ ചെയ്യപ്പെടേണ്ടത്. എങ്കിൽ മാത്രമേ അവരില്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ കുടുംബത്തിന് അതിൽ നിന്ന് ഒരു വരുമാനം കിട്ടുകയും ആ വരുമാനം ഉപയോഗിച്ച് ശിഷ്ടകാലം അവർക്ക് ഫാമിലിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയും ചെയ്യുക. ഇതേപോലെ തന്നെയാണ് ഹെൽത്ത് ഇൻഷുറൻസും. ഇന്ന് നമുക്കറിയാം വിദേശത്തുള്ള പലരും അവരുടെ ഡെൻ്റൽ ഇഷ്യൂസ് പോലും ഇന്ത്യയിൽ വന്നിട്ടാണ് ചെയ്യുന്നത്. കാരണം മെഡിക്കൽ രംഗം വിദേശത്ത് വളരെയധികം കോസ്റ്റ്ലിയാണ്.
അത് വെച്ച് നോക്കുമ്പോൾ അവർക്കെല്ലാം വന്ന് ചെയ്യേണ്ടത് ഇന്ത്യയിൽ തന്നെയാണ്. അപ്പോൾ അതേപോലെ അവരുടെ ഫാമിലിക്കും അവരുടെ പാരൻസിനും ഒക്കെ വേണ്ടിയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഹെൽത്ത് പ്ലാനുകൾ എടുക്കുക, അതിനെ കൃത്യമായിട്ട് കാലാകാലങ്ങളിൽ അതിൻ്റെ എമൗണ്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് പോവുക. എങ്കിൽ മാത്രമേ ഈ ഏൺ ചെയ്യുന്ന, നമ്മൾ ഉണ്ടാക്കുന്ന, വിദേശത്ത് കിടന്ന് കഷ്ടപ്പെടുക, മണലാരത്തിനത് കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ അനാവത്തായി പോകാതെ സൂക്ഷിക്കപ്പെടണമെങ്കിൽ ഈ കാര്യങ്ങളും കൂടെ കൂടിയിട്ട് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതുണ്ട്. മറിച്ച് ഒരു കാര്യം കൂടെ ഓർക്കണം, ഇന്ത്യയിൽ വരുമ്പോഴാണ് പലപ്പോഴും ടേം ഇൻഷുറൻസ് പോലെയുള്ള കാര്യങ്ങൾ എടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം അതിന് മെഡിക്കൽ സ്ക്രീനിങ് ഉണ്ട്. അപ്പോൾ വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ആദ്യം വന്നിട്ട് ഒരു ഫിനാൻഷ്യൽ പ്ലാനറെ കണ്ട് അല്ലെങ്കിൽ അവരുടെ വെൽത്ത് മാനേജറെ കണ്ട് എന്തൊക്കെയാണ് അവരുടെ ചെക്ക് ലിസ്റ്റിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് ബോധ്യപ്പെട്ട് തുടങ്ങിയെങ്കിൽ മാത്രമാണ് അവർ തിരിച്ചു പോകുമ്പോഴേക്കും ഈ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട്, മെഡിക്കൽ സ്ക്രീനിങ് ഉൾപ്പെടെ കംപ്ലീറ്റ് ചെയ്തിട്ട് അവർക്ക് പോളിസിയും ഒക്കെ ആയിട്ട് സുരക്ഷിതമായി പോകുവാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ത്യ തികച്ചും വളരെ ചീപ്പാണ് നമ്മളുടെ മെഡിക്കൽ രംഗത്തെ കോസ്റ്റ് വിദേശങ്ങളിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഇൻഷുറൻസ് കവറേജും കൂടിയേ തീരൂ NRIയെ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി. ഇൻഷുറൻസിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എമർജൻസി ഫണ്ടും ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. NRIസിനെ സംബന്ധിച്ചും എമർജൻസി ഫണ്ട് അവർ മാറ്റി വെക്കുകയാണെങ്കിൽ ഏത് തരത്തിലുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഏത് രീതിയിൽ അങ്ങനെ ഒരു എമർജൻസി ഫണ്ട് മാറ്റി വെക്കുന്നതായിരിക്കും കൂടുതൽ അഭികാമ്യം? കാരണം പലപ്പോഴും ആളുകൾ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ പ്രിഫറൻസ് കൊടുക്കുന്നത് കാണാം. അപ്പോൾ അതൊരു ലിക്വിഡിറ്റി വൈസ് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഒരു ലിമിറ്റേഷൻ അതിന് വരുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ എമർജൻസി ഫണ്ടിനെ നമ്മൾ മാറ്റി വെക്കുമ്പോൾ ഏത് രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി സ്വീകരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്? ഹരിപ്രിയ ചോദിച്ചതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് ലോകം വളരെ അൺസർട്ടൺ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്. എപ്പോൾ വേണമെങ്കിലും ജോലി പോകാം, എപ്പോൾ വേണമെങ്കിലും ഒരു യുദ്ധം തുടങ്ങാം, എപ്പോൾ വേണമെങ്കിലും നമ്മളുടെ ബിസിനസ്സുകളെ താറുമാറാക്കാം. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ക്യാഷ് ഫ്ലോ എൻഷുർ ചെയ്യാനായിട്ട് എമർജൻസി ഫണ്ടുകൾ ആവശ്യമാണ്. അപ്പോൾ അതിൽ ട്രഡീഷണലി ചെയ്തു പോരുന്നത് എന്താണ്? ബാങ്കിൽ FD ഇടും, അല്ലെങ്കിൽ ഗോൾഡ് വാങ്ങി വെക്കും. ഇന്ന് ഗോൾഡ് തെറ്റായിട്ടുള്ള അസറ്റ് അല്ല, നല്ല അസറ്റാണ്. പക്ഷേ ഇന്ന് ഗോൾഡിൻ്റെ സിസ്റ്റം മാറിയിട്ട്, ഫിസിക്കൽ ഗോൾഡ് മാറിയിട്ട് അത് ETF-കളിലേക്ക് മാറുന്നു. ഫിസിക്കൽ ഗോൾഡ് ഓൺ ചെയ്യുന്നതിന് പകരം മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകളായിട്ടോ ETF-കളായിട്ടോ ഗോൾഡ് എമർജൻസി ഫണ്ടായി മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് ലിക്വിഡിറ്റിക്ക് ആവശ്യം വരുമ്പോൾ അത് ട്രേഡബിൾ ആയിട്ട് അത് സെല് ചെയ്യാനും അതിൽ നിന്ന് പൈസ ലിക്വിഡേറ്റ് ചെയ്യാനും പറ്റും. ഇതേപോലെ തന്നെ ലിക്വിഡ് ഫണ്ടുകൾ, ഡെറ്റ് ഫണ്ടുകൾ, മ്യൂച്വൽ ഫണ്ടിലുള്ളത്, ബാങ്കിലാണെങ്കിൽ ലോക്കിൻ ഇല്ലാത്ത FDകൾ. ഇപ്പോൾ 2 തരത്തിലെ ബാങ്കുകൾ FD കൊടുക്കുന്ന, ഒന്ന് ലോക്കിനുള്ള FDകൾ, അത് 5 വർഷം 7 വർഷത്തേക്ക് നമുക്ക് തൊടാൻ പറ്റത്തില്ല. തൊട്ട് കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇൻട്രസ്റ്റ് കിട്ടത്തുമില്ല. അങ്ങനെയുള്ള FDകളും ഉള്ള കാലമാണ്. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞിട്ട് വേണം എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ലോക്കിൻ ഇല്ലാത്ത FDകളോ ഇതേപോലത്തെ ഗോൾഡ് ETF-കളോ ലിക്വിഡ് ഫണ്ടുകളോ ഒക്കെ ആയിരിക്കും നമുക്ക് അഭികാമ്യമായിട്ടുള്ളത്. അപ്പോഴും അത് 6-7%, 7-8% റിട്ടേൺ തരികയും നമുക്ക് ആവശ്യമുള്ളപ്പോൾ എപ്പോൾ വേണമെങ്കിലും എമർജൻസിയിൽ തിരിച്ചെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. ഒപ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേണ്ടതാണ് ഇൻഷുറൻസ് പരിരക്ഷയും, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ. പിന്നെ അവസാനമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, പൊതുവെ ഈ NRI അക്കൗണ്ടുകൾ അല്ലെങ്കിൽ NRIs ആയിട്ടുള്ള ആളുകളുടെ ഫാമിലിക്ക് ഇവരുടെ സമ്പാദ്യത്തിനെ കുറിച്ച് എത്രത്തോളം അവയർനെസ് ഉണ്ട് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. കാരണം പലർക്കും അറിയില്ല അവർക്ക് എത്ര സേവിങ്സ് ഉണ്ട്, എവിടെയൊക്കെ അക്കൗണ്ട് ഉണ്ട്, എന്തൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റാണ് നടത്തിയിരിക്കുന്നതെന്ന് വീട്ടിലുള്ളവർക്ക് അറിയാനുള്ള സാധ്യത വളരെ കുറവാണ്. പലപ്പോഴും ഇവർ നോമിനിയൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ എങ്കിൽ പോലും എന്തെങ്കിലും ഒരു സന്ദർഭം വരുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കോട് കൂടിയിട്ട് ഫാമിലി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാറുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഈ പ്രവാസികൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണം? അതേപോലെ തന്നെ നമുക്ക് ബില്ല് തയ്യാറാക്കുന്നതിൽ എത്രത്തോളം അവർ അവെയർ ആയിട്ടിരിക്കേണ്ടതുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് 2 ഭാഗമായിട്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ ബ്രേക്ക് ചെയ്യുകയാണ്. ഒന്ന്, ഫാമിലിയെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യം, നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ എല്ലാ കാര്യങ്ങളും ഫാമിലിയെ ബോധ്യപ്പെടുത്തി തന്നെ വേണം നമ്മൾ പോകാനായിട്ട്. നമ്മൾ 2 രാജ്യങ്ങളിലായിട്ടുള്ള പ്രവാസികളായാലും അതല്ല ഒരു രാജ്യത്ത് തന്നെ ഒരുമിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ പോലും ഓരോ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോഴും സ്വന്തം ഫാമിലിയെ കൂടെ നിർത്തുന്ന അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട്. എൻ്റെ ബാങ്കിങ് കരിയറിലൊക്കെ എനിക്ക് ഒരുപാട് എക്സാമ്പിൾസ് പറയാനുണ്ട്. ഭർത്താവ് ചെയ്യുന്നത് ഭാര്യ അറിയുന്നില്ല, ഇൻവെസ്റ്റ്മെൻറ്റുകൾ ക്ലെയിം ചെയ്യപ്പെടുന്നില്ല അവരുടെ മരണശേഷം, അങ്ങനത്തെ ഉള്ള ഒരുപാട് അനുഭവത്തിലൂടെ കടന്നുപോയ ഒരാളാണ് ഞാൻ. പക്ഷെ ഇന്ന് അതിനൊരു മാറ്റം വരുന്നുണ്ട്. ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ കുടുംബം
ഒന്നിച്ചിരുന്ന് സാമ്പത്തിക കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്, അല്ലെങ്കിൽ എത്തണം. രണ്ടാമത്തതൊന്ന്, ഓരോ ഇൻവെസ്റ്റ്മെൻറ്റുകളെയും നമ്മൾ ഹാർഡ് ഏൺ ചെയ്തിരിക്കുന്ന പൈസ നമ്മുടെ ഫാമിലിക്ക് സുരക്ഷിതമായി എത്തുക എന്ന് ഉറപ്പിക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വമാണ്. അവിടെ 2 കാര്യങ്ങൾ പ്രധാനമാണ്. ഒന്ന്, നോമിനേഷൻസ് എല്ലാ ഇതിലും പ്രോപ്പർ ആക്കുക. അത് നോമിനേഷൻസ് ബാങ്ക് FD നിർബന്ധമാണ്, അതുകൊണ്ട് ബാങ്കിൽ മാത്രമാക്കിയാൽ പോരാ. നിങ്ങളുടെ ഇൻഷുറൻസ് പോളിസികളിലായിക്കൊള്ളട്ടെ, മ്യൂച്വൽ ഫണ്ടുകളായിക്കൊള്ളട്ടെ, ലോക്കർ യൂണിറ്റുകളായിക്കൊള്ളട്ടെ, സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ കൃത്യമായിട്ടുള്ള നോമിനേഷൻസ് ഉറപ്പുവരുത്തുക. പക്ഷെ അവിടെ പ്രശ്നം, നോമിനേഷൻ ഒരു ട്രസ്റ്റിഷിപ്പ് മാത്രമാണ്. അടുത്ത ആളിലേക്ക് ആ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടും അയാൾക്ക് കസ്റ്റോഡിയൻ മാത്രമേ ആകുന്നുള്ളൂ, അതിൻ്റെ ഓണർ ആകുന്നില്ല. ഓണർ ആക്കണമെങ്കിൽ സുരക്ഷിതമായിട്ടുള്ള മാർഗം വില്ല് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് വില്ല് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പ്രോപ്പറായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യപ്പെടുകയും ഒരു വിൽ റൈറ്ററായിട്ടുള്ള ലോയേഴ്സിൻ്റെയൊക്കെ ഇത് എടുത്ത് ചെയ്യണം. അത് നിങ്ങളുടെ സ്ഥലമായിക്കൊള്ളട്ടെ, ഫിനാൻഷ്യൽ അസറ്റ്സ് ആയിക്കൊള്ളട്ടെ, ഗോൾഡ് ഉൾപ്പെടുന്ന കാര്യങ്ങളായിക്കൊള്ളട്ടെ, ലോക്കർ ആയിക്കൊള്ളട്ടെ, ഇൻഷുറൻസ് പോളിസികളായിക്കൊള്ളട്ടെ, എൻ്റെ കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുകയും അതിന് വില്ലായിട്ട് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യണം. ഇവിടെ വിൽ രജിസ്ട്രേഷൻ എനിക്ക് വളരെ പ്രവാസി സുഹൃത്തുക്കളോട് പറയാനായിട്ടുള്ളത്, നിങ്ങളുടെ എംബസി വഴിയായിട്ട് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള വില്ലാണെങ്കിൽ ഇന്ത്യയിലെ സബ് രജിസ്ട്രാർ ഓഫീസിൽ ചെയ്യുന്നതിൻ്റെ അതേ പരിരക്ഷ കിട്ടും. റൈറ്റ്? അപ്പോൾ അവിടെ ഇരുന്നിട്ട് പോലും വില്ല് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾ ഇരിക്കുന്ന രാജ്യത്തിൽ എംബസി അറ്റസ്റ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതല്ല, ഇന്ത്യയിൽ വരുമ്പോഴാണെങ്കിൽ ലോയറുടെ സഹായം ഉപയോഗിച്ചിട്ട് അത് സബ് രജിസ്ട്രാർ ഓഫീസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്താൽ ആ ട്രാൻസിഷൻ, വെൽത്തിൻ്റെ ട്രാൻസിഷൻ അടുത്ത തലമുറയിലേക്ക് വളരെ സ്മൂത്തായിട്ട് പോകുവാനായിട്ട് സാധിക്കും. അതല്ലാത്തത് കൊണ്ട് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് സമ്പത്തുകളെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നതാണ്. യെസ്, താങ്ക് യു സോ മച്ച് സർ. ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്. ഒരുവിധം നമ്മൾ പ്രവാസികൾക്ക് അറിയേണ്ട വിഷയങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. NRIs ശ്രദ്ധിക്കേണ്ട ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളെക്കുറിച്ചും ടാക്സിൻ്റെ ആനുകൂല്യങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചുമാണ് ഇന്നത്തെ ഈ ഒരു ചർച്ചയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഏതായാലും ET ടോക്സിൽ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.